പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ ദൈവജനമേ, നോമ്പുകാലത്ത് യേശുവിൻ്റെ പീഡാസഹനങ്ങളിൽ യേശുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ശത്രുക്കൾ, പ്രത്യേകിച്ച് യഹൂദ മത നേതൃത്വം എന്ന് പറയപ്പെടുന്ന സാൻഹെദ്രിൻ സംഘം, റോമൻ പടയാളികൾ, അവരെല്ലാവരും കൂടി യേശുവിനെ പിടികൂടിയ സംഭവത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരു കറുത്ത വ്യക്തിത്വമുള്ള വ്യക്തിയുണ്ട്. ഇരുണ്ട പൈശാചികമായ ഒരു ബന്ധനത്തിലായിപ്പോയ ഒരു വ്യക്തിയുണ്ട്, യൂദാസ് കറിയാത്ത. അയാളുടെ പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം. യൂദാസിനെ കുറ്റം പറയാനല്ല നമ്മൾ ഈ ധ്യാനം നടത്തുന്നത്. യൂദാസ് യേശുവിനെ ഒറ്റുകൊടുത്തു, തൂങ്ങിച്ചത്തു, അതിനെക്കുറിച്ച് ധ്യാനിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഇപ്പോൾ ഈ ധ്യാനം നടത്തുന്നത്. പ്രത്യുത യേശുവിൻ്റെ പീഡാസഹന വേളകളിൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ പരജീവിത കാലത്തും യേശുവിൻ്റെ ജന്മാവസരത്തിലും നമ്മൾ ബൈബിളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലും നമ്മൾ തന്നെ കാണുന്ന വ്യക്തികളാണ്. നമ്മുടെ തന്നെ ജീവിതത്തിൽ യൂദാസിൻ്റെ ഒരു പതിപ്പ് ചില സമയത്ത് നമ്മൾ കണ്ടെന്ന് വരും. അതുകൊണ്ട് നമ്മിൽ ഒരു യൂദാസ് ഉണ്ടോ? ഞാൻ യൂദാസിനെ പോലെ ചിന്തിക്കുകയോ പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിക്കാൻ വേണ്ടിയാണ്, ധ്യാനിക്കാൻ വേണ്ടിയാണ് ഇക്കാര്യം ഇപ്പോൾ നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. യൂദാസിനെക്കുറിച്ച് ഈശോ പറഞ്ഞ ഒരു വചനമുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 24-ാം തിരുവചനം. മനുഷ്യപുത്രനെ ആർ ഒറ്റുകൊടുക്കുന്നുവോ അവന് ദുരിതം. അവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. മാത്രമല്ല, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ 3 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ പ്രധാന പുരോഹിതന്മാരെ സമീപിച്ച് യേശുവിനെ വധിക്കാൻ അവർ തീരുമാനം എടുത്ത വിവരം അറിഞ്ഞപ്പോൾ ആ നാണയങ്ങൾ തിരിച്ചു കൊടുത്ത് 30 വെള്ളിക്കാശ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ മറുപടി പറയുന്നുണ്ട്, അതിന് ഞങ്ങൾക്കെന്ത്, അത് നിൻ്റെ കാര്യമാണ്. അവൻ്റെ നാശത്തിന് കാരണം അവൻ തന്നെയാണ് വരുത്തി വെച്ചത് നമ്മൾ കാണുന്നുണ്ട്. യേശു തൻ്റെ ബലി അർപ്പണ സമയത്ത്, പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സമയത്ത് തിരുമുന്നറിയിപ്പുകൾ യൂദാസിന് കൊടുക്കുന്നത് കാണുന്നുണ്ട്. അവിടെ പലരും തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നൊരു ഭാഗമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 21 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ 12 പേരിൽ ഒരാൾ എന്നെ ഒറ്റുകൊടുക്കും. ഇത് യൂദാസിനെ ഉദ്ദേശിച്ച് ഈശോ പറഞ്ഞതാണ്. മറ്റാരെ ഉദ്ദേശിച്ചല്ല, യൂദാസിനെ ഉദ്ദേശിച്ച് കൃത്യമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ആരാണെന്ന് ആർക്കും മനസ്സിലായില്ല. പത്രോസിന് നേരിട്ട് ചോദിക്കാനൊരു മടി കിടപ്പുണ്ട്. കാരണം അതിനു മുമ്പ് പത്രോസ് ഈശോ താൻ ശത്രുക്കളാൽ വധിക്കപ്പെടുമെന്നുള്ള മുന്നറിയിപ്പ് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് മുമ്പിൽ കയറി തടസ്സമുണ്ടാക്കിയപ്പോൾ, സാത്താനെ നീ എൻ്റെ പുറകിൽ പോകുക എന്ന ഈശോ പത്രോസിനോട് പറഞ്ഞൊരു സംഭവം പത്രോസിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. മനസ്സിലൊരു മുറിവാണത്. ഇവിടെ സാത്താൻ എന്ന ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം തടസ്സമുണ്ടാക്കുന്നു എന്ന അർത്ഥത്തിലാണ് പറയുക, അല്ലാതെ പിശാചെ എന്ന് വിളിച്ചതല്ല. പിശാചെ എന്ന് പത്രോസിനെ വിളിച്ചതല്ല, തടസ്സമുണ്ടാക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അവിടെ സാത്താനെ നീ എൻ്റെ പിന്നിൽ പോകുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് പത്രോസ് യോഹന്നാനോട് ചോദിച്ചു, യേശുവിൻ്റെ വക്ഷത്തിൽ ചാരിക്കിടന്ന യോഹന്നാനോട് ആരാണ് ഒറ്റുകൊടുക്കുക? അപ്പോൾ ഈശോ 2ാമത്തെ മുന്നറിയിപ്പ് പറഞ്ഞു, ഞാൻ ആർക്ക് അപ്പകഷ്ണം മുക്കി കൊടുക്കുന്നു അവൻ എന്നെ ഒറ്റുകൊടുക്കും. ടു ഹും ഐ ആം ഗീവിങ് ദ പീസ് ഓഫ് ബ്രെഡ് ആഫ്റ്റർ ഡിപ്പിംഗ് ഇൻ ദ സോസ് ഹി വിൽ ബിട്രേ മീ. ഇവിടെ ആര് അപ്പകഷ്ണം, ആർക്ക് ഞാൻ അപ്പകഷ്ണം മുക്കി കൊടുക്കുന്നത് അവനെന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഈശോ എല്ലാവർക്കും അപ്പകഷ്ണം മുക്കി കൊടുത്തു. അതുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല. ഇത് ഞാനോ എന്ന് മത്തായി 26:5 നമ്മൾ വായിക്കുന്നത്. യൂദാ ചോദിക്കുന്നുണ്ട്, ഇത് ഞാനാണോ ഒറ്റുകൊടുക്കുക? യേശു പറഞ്ഞു, നീ പറഞ്ഞു കഴിഞ്ഞു, നീ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവൻ ഏതാണ്ട് മനസ്സിലാകത്തക്ക വിധം ഈശോ ധ്വനിപ്പിച്ച് സംസാരിച്ചു. 2ാമത്തെ മുന്നറിയിപ്പ് എന്നിട്ടും യൂദാസ് അവഗണിച്ചപ്പോൾ, അവൻ പരിശുദ്ധ കുർബാന യേശുവിൻ്റെ കയ്യിൽ സ്വീകരിച്ചപ്പോൾ പിശാച് അവൻ്റെ മനസ്സിൽ കയറി കൂടുകെട്ടി. അപ്പകഷ്ണം സ്വീകരിച്ച ഉടനെ സാത്താൻ അവനിൽ പ്രവേശിച്ചു. അതായത് അവൻ്റെ മനസ്സിനകത്ത് കയറി കൂടുകെട്ടി. അത് പിശാച് ബാധയല്ല, ഒബ്സെക്ഷൻ എന്ന് പറയുന്ന പിശാച് മനസ്സിലാവേശിച്ച അവസ്ഥയാണ്.
ഇനി യൂദാസിന് തിരുവചനം കേട്ടാലും യേശുവിൻ്റെ മുഖം കണ്ടാലും യേശുവിന് ഉമ്മ കൊടുത്താലും യേശുവിനെ കെട്ടിപ്പിടിച്ചാലും യേശു അവനെ കെട്ടിപ്പിടിച്ചാലും യേശു എന്തു പറഞ്ഞാലും അതനുസരിച്ച് നീങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു പൈശാചിക നിയന്ത്രണത്തിൻ്റെ അധീനതയിലേക്ക് ഇതാ യൂദാസ് വീണു കഴിഞ്ഞു. അപ്പകക്ഷം സ്വീകരിച്ച ഉടനെ സാത്താൻ അവനിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ ഒരു മുന്നറിയിപ്പും കൂടെ കൊടുത്തു. യൂദാസേ, നീ ചെയ്യാനുള്ളത് വേഗം പോയി ചെയ്യുക. എല്ലാവരും തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത് ഈ ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് യേശുവിനെ ഒറ്റക്കൊടുക്കാനുള്ള പ്രവൃത്തിയാണെന്നാണ്. ദൈവപുത്രനെ ഒറ്റക്കൊടുക്കുന്നവന് മഹാദുരിതം, അവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ദൈവപുത്രൻ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഒറ്റക്കൊടുക്കാൻ ഈശോ പറയുമോ? അപ്പോൾ ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ല. എന്താണ് പറഞ്ഞത്? നീ തിരികെ പോയി ആ പണം തിരികെ കൊടുത്തിട്ട് തിരിച്ചു വരിക, പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട്. ദിസ് ഇസ് വാട്ട് ഈസ് സപ്പോസ് ടു ഡു. റിട്ടേൺ, പേ ബാക്ക് ദ മണി, ഗോ ബാക്ക് ആൻഡ് പേ ബാക്ക് ദ മണി ആൻഡ് കം ബാക്ക്. ഗോ ബാക്ക്, പേ ബാക്ക് ദ മണി ആൻഡ് കം ബാക്ക് വിത്ത് റിപ്പൻറ്റൻസ്. തിരിച്ചുപോയി പണം തിരിച്ചു കൊടുത്തിട്ട് എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരിക. ഇതേ ദൈവത്തിന് പറയാൻ പറ്റുള്ളൂ. ഒരു പാപിയോട് നീ നശിക്കാൻ ദൈവം പറയില്ലല്ലോ. അപ്പോൾ ചെയ്യാനുള്ളത് എന്ന് പറയുന്നത്, വാട്ട് യു ആർ സപ്പോസ് ടു ഡു എന്ന് പറയുന്നത് ഒറ്റുകൊടുക്കലല്ല. അങ്ങനെ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ ദൈവപുത്രൻ അങ്ങനെ ആണ് ഉദ്ദേശിച്ചതെങ്കിൽ അവൻ്റെ നാശത്തെക്കുറിച്ച്, അവൻ്റെ പാപത്തെക്കുറിച്ച് കുറ്റപ്പെടുത്താൻ ലോകത്തിൽ ആർക്കും പറ്റില്ല, ഈശോയ്ക്കും പറ്റില്ല. അവൻ യേശുവിൻ്റെ കൂടെ 3 വർഷക്കാലം ജീവിച്ചപ്പോൾ യേശുവിൻ്റെ കൂടെ ഉണ്ടും ഉറങ്ങിയും അവൻ്റെ തിരുവചനങ്ങൾ കേട്ടും അവൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടും അവൻ ദൈവപുത്രനാണെന്ന് ആവശ്യമായിട്ട് തെളിയിക്കുന്ന അനേകം അത്ഭുതങ്ങൾ കണ്ടും അവൻ്റെ കൂടെ ആയിരുന്നവന് ഇപ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുക്കണമെന്ന് തോന്നിക്കാൻ കാരണം എന്താ? പണത്തോടുള്ള ആർത്തി. മറ്റൊന്ന്, യേശുവിൻ്റെ കൂടെ ആയിരുന്ന കാലത്ത് യേശുവിൻ്റെ വചനങ്ങൾ അവൻ്റെ ഹൃദയത്തിലോ, അതായത് ആത്മാവിലോ മനസ്സിലോ പ്രവേശിക്കാൻ അവൻ അനുവദിച്ചില്ല. കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെ അവൻ്റെ മനസ്സവന് ബന്ധിച്ചിട്ടു, പിശാച് ബന്ധിക്കാൻ അനുവദിച്ചു. അതിന് കാരണം എന്തായിരിക്കും? യേശുവിലുള്ള വിശ്വാസം വന്നില്ല. അതുകൊണ്ടാണ് ഈശോ യോഹന്നാൻ 5:38 പറയും, നിങ്ങൾ എന്നെ അയച്ചവരിൽ വിശ്വസിക്കാത്തത് കൊണ്ട് എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. ആ വചനം ഉള്ളിൽ കയറി അവനെ മാനസാന്തരപ്പെടുത്താത്തതിന് കാരണം യേശുവിൻ്റെ വചനമൊന്നും അവൻ്റെ ഉള്ളിൽ കയറുന്നില്ല, അവിടെ വസിക്കുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ യേശു പറഞ്ഞ തിരുമൊഴികളുടെ അർത്ഥം പോലും അവന് പിടികിട്ടുന്നില്ല. ചെയ്യാനുള്ള വേഗം പോയി ചെയ്യുക. പലരും തെറ്റിദ്ധരിച്ചു വെച്ചത് ഒറ്റുകൊടുക്കാനാണെന്ന് അവൻ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിനു മുമ്പുള്ള യേശുവിൻ്റെ പ്രവൃത്തിയും ജീവിതവും കണ്ട ഒരാൾക്ക് പോലും യേശുവിനെ ഒറ്റുകൊടുക്കാൻ പറ്റില്ല. യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് പോലും പേടി കൊണ്ട് അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് തിരിച്ചു വന്ന യേശുവിൻ്റെ പക്കൽ വന്ന് അനുതപിച്ച് തലകുനിച്ച് നിന്നപ്പോഴാണ് ആദ്യത്തെ മാർപ്പാപ്പായിട്ട് അവരോധിക്കപ്പെട്ടത്. അതുകൊണ്ട് യേശുവിനെ കണ്ട്, യേശുവിനെ അനുഭവിച്ചറിഞ്ഞ്, യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തി കണ്ട് യേശു ലാസറിനെ ഉയർപ്പിച്ചതുപോലെ കണ്ടറിഞ്ഞവനാണ് ഈ യൂദാസ്. ബാക്കി എല്ലാവർക്കും ഉണ്ടായ തിരിച്ചു വരാനുള്ള മനസ്സില്ലാതിരിക്കാൻ കാരണം അവൻ്റെ മനസ്സിനെ പിശാച് ബന്ധിച്ചു. ഇതാണ് പൗലോസ്ലീഹ പറഞ്ഞത് 2 കൊരിന്തോസ് 4:3-4. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ, അഥവാ യേശുവിൻ്റെ വചനം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് സുഗ്രാഹ്യമല്ലെങ്കിൽ നാശത്തിലേക്ക് ചരിക്കുന്നവർക്ക് മാത്രമാണ്. കാരണം ഈ ലോകത്തിൻ്റെ ദേവൻ പിശാച് അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കും. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഈ ദുരന്തമാണ് യൂദാസിനുണ്ടായത്. യൂദാസ് ഒറ്റിക്കൊടുത്ത പാപം ഈശോ പറഞ്ഞിട്ട് ചെയ്തതാണെന്ന് പറയുന്നത് വലിയൊരു അബദ്ധമാണ്. ഈശോ പറഞ്ഞത് തിരിച്ചു വരിക, മാനസാന്തരപ്പെടുക എന്നാണ്. അത് കഴിഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോയി. അപ്പോൾ രാത്രിയായിരുന്നതാണ് എഴുതിയിരിക്കുന്നത്, അതായത് ഇരുട്ടായിരുന്നു. ഇരുട്ടിൻ്റെ അധിപനായ സാത്താൻ്റെ മേഖലയിലേക്കാണ് അവൻ പോയത്. പിന്നീട് സാൻഗേദ്രി സംഘത്തിലെ ചിലരുമായിട്ട് കൂടിച്ചേർന്ന് റോമൻ പടയാളികളുടെ സഹായത്തോടെ ഗെത്സമനെ പ്രാർത്ഥിച്ചെന്ന് യേശുവിനെ ഒറ്റുകൊടുക്കാൻ വന്നിട്ട് ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് ചുംബനം കൊണ്ട് അവനെ ഒറ്റുകൊടുക്കുമ്പോൾ അതിനു മുമ്പുള്ള അവൻ്റെ ഈ പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന മനസ്സിൻ്റെ ഇരുട്ടാണ് അവനെ അത് ചെയ്യിപ്പിച്ചത്. ആ ഇരുട്ട് നിറഞ്ഞ മനസ്സിലേക്കാണ് പിശാച് യേശുവിനെ വധിച്ചു എന്നറിഞ്ഞപ്പോൾ, യേശു മരണത്തിന് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അവൻ പോയി തൂങ്ങിച്ചാകാൻ കാരണം പ്രത്യാശയിലേക്ക്, വിശ്വാസത്തിലേക്ക്, അനുതാപത്തിലേക്ക് വരാതിരിക്കാൻ കാരണം അവൻ്റെ മനസ്സിനെ പിശാച് ബന്ധിച്ചതായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ വചനം കേൾക്കുകയും യേശുവിൽ വിശ്വസിക്കുകയും യേശുവിൻ്റെ
ജീവൻ സ്വീകരിക്കാൻ കൂദാശ സ്വീകരിക്കുകയും ചെയ്ത് നമുക്ക് ഈ നോമ്പ് കാലത്ത് യൂദാസിൻ്റെ ദുരന്തം ഒരു ഗുണപാഠമാകട്ടെ. യൂദാസിൻ്റെ ചില വ്യക്തിത്വ സ്വഭാവങ്ങൾ, ചില സ്വഭാവ പ്രത്യേകതകൾ നമ്മിലുണ്ടായിട്ടുണ്ടോ? അത് ആത്മശോധന ചെയ്യാനുള്ള സമയമാണിത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യൂദാസിൻ്റെ പാപത്തെക്കുറിച്ച് ചിന്തിച്ചത് ഞങ്ങളിൽ യൂദാസിൻ്റെ സ്വഭാവം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ധ്യാന ഭാഗമായിട്ടാണ്. യൂദാസിൻ്റെ സ്വഭാവം ഞങ്ങളിൽ വരാതിരിക്കട്ടെ. പത്രോസ് തെറ്റുപറ്റിയെങ്കിലും പശ്ചാത്തപിച്ച് തിരിച്ചു വന്നതുപോലെ തിരിച്ചു വരാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.